ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലം. അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കി ഓരോ ഭാവങ്ങളും 12 ഭാവങ്ങളും തൊഴിൽ രംഗമായാലും വിദ്യാരംഗമായാലും ആരോഗ്യരംഗമായാലും ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളെയൊക്കെ വിചിന്തനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പൊതുവെ ഈ രാശിക്കാർ വളരെയധികം ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളും ദീനതകളും ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തും തൊഴിൽ രംഗത്തും സാമ്പത്തികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരായ നക്ഷത്രക്കാരാണ്. വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലും ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. ജാതകാൽ കൂടി അധിക ദോഷമുള്ളവർക്കാണ് കൂടുതൽ ദോഷങ്ങൾ വരിക. എന്നിരുന്നാലും ഗോചരഫലം ഒരു പരിധിവരെ ദൈവാധീനമുള്ള ഒരു സമയമാണ്. കൂടാതെ ഭാഗ്യാധിപന്റെ സ്ഥിതിയും അപ്രകാരമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ നക്ഷത്രക്കാർ, അതായത് വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹം 2.25 ദിവസം മാത്രമേ ഒരു രാശിയിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെ ഓരോ മാസവും അങ്ങനെ നിൽക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. ശനിഗ്രഹമോ വ്യാഴഗ്രഹമോ ഒക്കെ ആണെങ്കിൽ ദീർഘകാലം ഒരു രാശിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം തരും. എന്നാൽ ഇത് എല്ലാ മാസവും വരികയും ചെയ്യും. 2.25 ദിവസമേ നിൽക്കുകയുള്ളൂ ഒരു രാശി. അങ്ങനെ നോക്കുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രാശിക്കാർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതെയും അത് കൈകാര്യം ചെയ്തതിലാണ് പിന്നെ ആ ഒരു മാസം മുഴുവൻ അതുകൊണ്ട് വേണം കടന്നു പോകാൻ. അതായത് 1-ാം തീയതി ശമ്പളം കിട്ടി, പിന്നെ എന്നും കിട്ടുമോ? കിട്ടത്തില്ല. 30 ദിവസം അതുകൊണ്ട് വേണം. എന്നാൽ 1-ാം തീയതി ശമ്പളം കിട്ടി അത് മുഴുവൻ അന്ന് തന്നെ ചിലവാക്കിയാൽ പിന്നെ പൈസ ഇല്ലാതെ കടം മേടിക്കേണ്ടി വരും. അതുപോലെ ഈ വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ചില ലോട്ടറി ഭാഗ്യങ്ങൾ, ചില എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുക, ചില അപ്രതീക്ഷിതമായിട്ട് ചില വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുക, കുറേ കൂടുതൽ ധനം ആരെങ്കിലും ഏൽപ്പിക്കുക വർക്കിനായിട്ടൊക്കെ. അത് ഏതെങ്കിലും ഒരു ദിവസം സംഭവിക്കും. ഓരോ മാസവും ഈ ഭാഗ്യങ്ങൾ ഉള്ളത് തന്നെയാണ്. അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കേണ്ടി വരിക. പൊതുവെ ദൈവാധീനമുള്ളതിനാൽ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും ഈ 2025 ജനുവരി മാസം. ഈ നക്ഷത്രക്കാർ സർവേശ്വരകാരകനായിരിക്കുന്ന ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ലതാണ്. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒക്കെ നല്ലതാണ്. ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഉല്ലാസയാത്ര പോകുവാനും അവസരം ഒത്തുവരും. കൂടാതെ ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതിനുമൊക്കെയുള്ള യോഗവും ഭാഗ്യവുമുള്ള ഒരു മാസമാണ്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഈ ജനുവരി മാസം ഈശ്വരാനുഗ്രഹവും ഭാഗ്യവുമുള്ള മാസമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങളും അവിഖ്യാതികളും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട്. 11-ാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു ഈ മാസം. എന്നാൽ വന്നു ചേരുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. പണമൊക്കെ ആവശ്യത്തിന് പിടിച്ച് ചെലവാക്കുക. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുവാനുള്ള യോഗമുണ്ട്. അധിക സാഹസികത പാടില്ല. ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതായത് വാഹനം കൈകാര്യം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ,
വാഹനം കൈകാര്യം ചെയ്യുന്നവർ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പെടും. സാഹസികമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. തൊഴിൽ ചെയ്ത് ധനം നേടുക തന്നെ ചെയ്യുന്ന ഒരു മാസമാണ്. പൊതുവെ അലസതയൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ വൃശ്ചികം രാശിക്കാർ. അതായത് കണ്ടകശനി മാറിയിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെതായ ചില ആലസ്യമൊക്കെ ഏത് രംഗത്തും ഉണ്ടാകുക സ്വാഭാവികമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. എല്ലാവർക്കും ഈ ജനുവരി മാസം കൂടുതൽ അഭിവൃദ്ധികൾ വരുവാൻ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ പായസം, മാല, എണ്ണ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യണം. ആയില്യപൂജകളിൽ പങ്കെടുക്കുകയോ മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിലും തൊട്ടടുത്തുള്ള സർപ്പക്കാവിലൊക്കെ ആണെങ്കിലും വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വിഘടനവാദികളായിട്ടുള്ള ആൾക്കാർ നമ്മളെ സമീപിക്കുകയില്ല. അതായത് ദേഷ്യവും അരിശവും ഒക്കെ വരിക, നമ്മളെ കാണുമ്പോൾ തന്നെ അങ്ങ് കലിയുള്ളുക, തന്നെ പറഞ്ഞു കേൾക്കത്തില്ല. നമ്മുടെ ഒരു കുറ്റമൊന്നും ആയിരിക്കില്ല, മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കും ചുമ്മാ ദേഷ്യപ്പെട്ടുകൊണ്ട് വരിക. അതൊക്കെ ഒഴിവാക്കുവാൻ അത് വളരെ നല്ലതാണ്. അതായത് പ്രതിഭാസ്ഥാനത്ത് രാഹു ആണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ആ രാഹു ലഗ്നരാശിയായ വൃശ്ചികത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യും. കൂടാതെ ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. 2 പാപഗ്രഹങ്ങൾ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന സമയങ്ങളാണ്. വളരെ ജാഗ്രതയും ശ്രദ്ധയും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശനിദോഷങ്ങളും രാഹുദോഷങ്ങളും ഒക്കെ മാറുന്നതിന് പ്രാർത്ഥിക്കാം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.